ഞാനൊരു മിറിൻ്റെയുടെ കുപ്പിയായിട്ട് നടക്കാനുണ്ടപ്പോൾ എൻ്റെ കൂടെ കൂടിയതാണ്. കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ടുണ്ട്. ഞാൻ ഭുവനേശ്വറിലെടുത്ത പോഷ് ലക്ഷൂരിയസ് സ്വീറ്റ് റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചയാണ് അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന്. ഒക്കത്തിനും വായിൽ എന്നാണ്ട് പാനാണ്. കുറച്ച് ഹൈ റേഞ്ച് ഏരിയ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെയാണ്. ഞാൻ വെച്ച എന്തോ കുടീരമാണെന്ന്. ഹലോ എവരിവൺ, ദിസ് ഈസ് മീ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ റാഞ്ചിയിലാണുള്ളത്. റാഞ്ചിയിലെ ഹോട്ടൽ സണ്ണിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ നമ്മൾ ഹതിയ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം. അപ്പോൾ ട്രെയിൻ ഉണ്ട്, ഒരു പാസഞ്ചർ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്. അതിൽ കയറി ഹതിയയിൽ പോയിട്ട് അവിടെ നിന്ന് 3:40 ഭുവനേശ്വറിലേക്കുള്ള ട്രെയിൻ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഇന്ന് തണുപ്പ് കുറവാട്ടോ, വെയിലിനൊക്കെ കുറച്ച് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം തൊട്ടടുത്തല്ല റെയിൽവേ സ്റ്റേഷൻ, അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന വിചാരിച്ചു. അവിടെ ചെന്നിട്ട് 11:35 ഏതോ ഒരു പാസഞ്ചർ സ്പെഷ്യൽ, അതിൽ കയറി പോവാം. നമ്മളത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നെത്തി. ഇത് ഏത് ട്രെയിനാണെന്ന് നോക്കണം. നമ്പർ ഏതൊക്കെയാണ്? UTS വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ലോക്കൽ ടിക്കറ്റില്ലേ, ജനറൽ ടിക്കറ്റ്. അത് ബുക്ക് ചെയ്ത് 3 മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്യണമെന്നാണ്. 11:35 ട്രെയിൻ. നോക്കാം. എന്നാൽ ഈ ജോഹർ എന്താണോ, കരൺ ജോഹറിൻ്റെ ആരെങ്കിലും ആണോ? ഹടിയ പോകുന്ന ട്രെയിനിൻ്റെ ഉൾവശം പാസഞ്ചർ സ്പെഷ്യലാണ്. ശരിക്കും ഇത് 10 മണിക്ക് പോകേണ്ടതാണ്, പക്ഷെ വൈകിയത്. എൻക്വയറി ചോദിച്ചപ്പോൾ ഇത് 11:30 കണ്ട ട്രെയിൻ എന്ന് പറഞ്ഞു. പക്ഷേ നേരത്തെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, അത് ലേറ്റായിട്ട് വന്നുകൊണ്ട് നമുക്ക് അതിൽ കയറി പോകാം. നമ്മൾ ഉദ്ദേശിച്ച ട്രെയിൻ തന്നെയാണോ ഇത്? നമ്മൾ ആരുടെയും ചോദിച്ചാലും വാ തുറന്ന് സംസാരിക്കില്ല. ഒക്കത്തിനും വായിൽ എന്നാണ്ട് പാനാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുത്തു. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണോ എന്ന് എനിക്കത്ര ഉറപ്പൊന്നുമില്ല. സമയമുണ്ട് മറ്റേ ട്രെയിനിന് 3:40. എവിടെയൊക്കെ പോയി ഇറങ്ങേണ്ട വരും ആവോ. അപ്പോൾ റാഞ്ചി റെയിൽവേ സ്റ്റേഷനിൽ വിടാം. നമ്മുടെ അടുത്ത ലക്ഷ്യം ഭുവനേശ്വർ. ഇതിവിടുത്തെ അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ ശരിയാവാത്തത്. 2-3 പ്രാവശ്യം എന്തൊക്കെയോ കുണുകുണുന്ന് പറയും. സ്പീക്കറും നല്ലതല്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നാമത് നമുക്ക് അറ്റവും ഒരു ഹിന്ദി അറിയുള്ളൂ. അതാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മനസ്സിലാക്കാനോ? അർഗോര സ്റ്റേഷൻ്റെ പേരാണ് കേട്ടോ, അർഗോര. നമ്മളങ്ങനെ ഹതിയ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ഇനി ഒരു 3 മണിക്കൂറിന് മേലുണ്ട് നമുക്ക്. ഈ ട്രെയിൻ വേറെ എങ്ങാണ്ട് പോകുന്നുണ്ട്. ചൻസ കൂടെയോ എന്തൊന്നും മനസ്സിലാവണല്ലോ. ഹതിയ റെയിൽവേ സ്റ്റേഷനാണ്. പാഴ്സൽ ആൻഡ് ക്ലോക്ക് റൂം. നാരി ശക്തിക്കോ വന്ദൻ. മോദിജിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഒരു കട്ടൗട്ട് ഉണ്ട്. അവിടെ ഒരു ഓട്ടോ ഉണ്ട്. നമ്മുടെ ട്രെയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് പുരിയിൽ നിന്ന് ഇവിടം വരെ എത്തിയുള്ളൂ. 18452. തിരിച്ച് 18451 നമ്മുടെ ഹതിയ ടു പുരിക്ക് പോകുന്നത്. അനൗൺസും ചെയ്യുന്നുണ്ട് ഇപ്പോൾ, പക്ഷേ നമ്മുടെ കോച്ച് തുറന്നിട്ടില്ല. ഇത് B7, നമ്മുടെ B1 ആണ്. അത്തിരി പുറയിലായിരിക്കും. 50-60 നമ്മുടെ 16. സൈഡ് അപ്പർ ബെർത്ത്. പ്ലഗ് അവിടെയല്ലേ? ആ മുകളിലും ഉണ്ട്. നമ്മുടെ കോച്ച് ഇതാണ്. നമ്മുടെ ബാഗ് ഇവിടെ ഇരിക്കേണ്ട അകത്ത്. ഇതാണ് നമ്മുടെ സീറ്റ്. 18451. 3:40 പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അത് നമ്മുടെ ഭുവനേശ്വരിൽ എത്തുമ്പോൾ 4:10 രാവിലെ. ചിലപ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആവാൻ സാധ്യതയുണ്ട്. മുൻപുള്ള ദിവസങ്ങളിലൊക്കെ ലേറ്റ് ആയിരുന്നു. എത്രയും ലേറ്റ് ആയാൽ അത്രയും നല്ലത്. അങ്ങനെ നമ്മുടെ വിൻ്റർ ട്രിപ്പിൻ്റെ ഏകദേശം അവസാനമൊക്കെ എത്താറായി. ഭുവനേശ്വർ എത്താൻ പോവുകയാണ് ഇനി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭുവനേശ്വറിൽ നിന്ന്
ഹൈദരാബാദ്, സെക്കൻഡറാബാദ്, പിന്നെ ബാംഗ്ലൂർ വീട്. കറക്റ്റ് ടൈമിൽ വണ്ടി എടുത്തിട്ടുണ്ട്. 3:40. അങ്ങനെ റാഞ്ചിക്കും വിടാം. അടുത്ത ലക്ഷ്യം ഭുവനേശ്വർ. ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട് അവിടെ. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് ഗോവിന്ദ്പൂർ റോഡാണ്. 4:15 കൂടി, ടൈം ഡിലേ ആയില്ലെങ്കിൽ. ചെറിയ കൃഷിയിടങ്ങൾ, പിന്നെ തരിച്ചു ഭൂമി, ചെറിയ വീടുകൾ. കണ്ടിട്ടൊരു റൂറൽ ഏരിയ ആണ്. ശരിക്കും റൂറൽ മാത്രമല്ല, അത്യാവശ്യം ഫോറസ്റ്റ് ഏരിയ കൂടിയാണ്. ഹൈ വോൾട്ടേജ് ലൈനൊക്കെ പോകുന്നുണ്ട് അല്ലേ? കണ്ടില്ലേ, കാട് പോലെ ഒന്നുമില്ല കണ്ടിട്ട്. നല്ല നീലാകാശം. അങ്ങ് ദൂരെ വരെ പാടശേഖരങ്ങളുണ്ട്. ഗോതമ്പ് വിളയുന്ന നാടായിരിക്കും. ഈ സ്റ്റേഷൻ്റെ പേരെന്താ? ലോത്മ. ലോത്മ. ഒരേ ഭൂപ്രകൃതി. കുറെ നേരമായിട്ട് ഇത് തന്നെയാണ് കാണുന്നത്. കൃഷിക്കാരുടെ വീടാണ്, കണ്ടറിയാം. വൈക്കോലൊക്കെ വെച്ച്. ഗോവിന്ദ്പൂർ റോഡ്. ഇവിടെ സ്റ്റോപ്പുണ്ട്. ഈ ട്രെയിനിൽ കയറാൻ ആൾക്കാരുണ്ടാകുമോ ഈ സ്റ്റേഷനിൽ നിന്ന്? സ്റ്റോപ്പില്ലേ, വണ്ടി അങ്ങ് പോവുകയാണല്ലോ. 5 മിനിറ്റ് നേരത്തെയാണ് ഇവിടെ. ഒരു ലെമൺ ടീ വാങ്ങിച്ചതാ, ഹാജ്മോളയുടെ ടേസ്റ്റ്. ഏതോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സ്റ്റേഷൻ. ചെമ്മണ്ണാണ് പ്ലാറ്റ്ഫോം. മെമു സ്റ്റോപ്പ്. പൊക്ല. പൊക്ല എന്ന സ്റ്റേഷനിലൊക്കെ എന്തിനാണ് സ്റ്റോപ്പ്? ചെറിയൊരു ഗ്രാമമാണിത് പൊക്ല. ജാർഖണ്ഡിൽ തന്നെ ഉള്ളതാണ്. ഏകദേശം സൗത്ത് ഓഫ് ജാർഖണ്ഡ് ആകാറായി. ഇത് ബാനോ എന്ന സ്റ്റേഷനാണ്. ബാനോ ഓൺ ടൈമാണ്. നിലവിൽ ഇവിടം വരെ ഓൺ ടൈമാണ്. ചിലപ്പോൾ ഓൺ ദ വേ, ചിലപ്പോൾ ഡിലേ വരുമായിരിക്കും. കാരണം ഇന്നലെയൊക്കെ 1 മണിക്കൂറൊക്കെ വൈകിയാണ് എത്തിയത് റെയിൽവേ മറ്റേ പുരിയിലും ഭുവനേശ്വറിലും. അതെ, അവിടെ പിള്ളേർ കളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ടൈമിൽ സ്കൂളൊക്കെ വിടാറായില്ലേ? ബാലോദ്യാനം. സ്കൂൾ ടൈം കഴിഞ്ഞ പിള്ളേർ കളിപ്പിക്കുകയാണ്. നഴ്സറിയോ അല്ലെങ്കിൽ ഡേ കെയറോ പോലെ എന്തോ ആണത്. അവിടെ എന്താ ഗവൺമെൻറ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ബാക്കി മനസ്സിലാവണില്ല. ഹൈറ്റ് 447.42. സമുദ്ര തൽസേ ഊഞ്ചായി. നേരം രാത്രിയായി. 5:30 ആയേ ഉള്ളൂ. കുറച്ച് ഹൈ റേഞ്ച് ഏരിയ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലനിരകളൊക്കെയാണ്. അവിടെ ഒരു അബാൻഡൻ ബിൽഡിംഗ് ആയിരുന്നത്. അടിപൊളി കാടും മലനിരകളും. അഞ്ചര ആയുള്ളൂ കേട്ടോ. ശരിക്കങ്ങ് ഇരുട്ടി. പോക്ക് കണ്ടിട്ട് ഇറക്കം ഇറങ്ങുന്ന പോലെയുണ്ട്.
നല്ല മൃഗങ്ങളെ വല്ലതും കണ്ടിരുന്നെങ്കിൽ അല്ലേ? മൃഗങ്ങളൊക്കെ ഉള്ള കാടാണോ? നല്ല കാടാണ് കേട്ടോ. കാട് അത്യാവശ്യം തിക്കാണ്. ഇതൊക്കെ പാറ പൊട്ടിച്ചെടുക്കുന്നുണ്ടോ? റെയിൽവേയുടെ സ്ഥലമായിരിക്കാം. അല്ല, കൊണ്ടുപോയി ഇട്ടതാണോ? അത്യാവശ്യം നല്ല കാടല്ലേ? ചിന്നാരൊക്കെ പോകുന്ന പോലത്തെ ഒരു അവിടത്ത് കാണുന്ന പോലത്തെ കാടുകൾ പോലെ. ഏതോ ഒരു ഇരുണ്ട സ്റ്റേഷൻ. ബംഗൂർക്കേല എന്ത്? കറക്റ്റ് 7 മണിക്ക് റൂർക്കല എത്തി. നമ്മുടെ ഫുഡ് വന്നില്ലല്ലോ. നമ്മുടെ ഫുഡ് വന്നു. പൊറോട്ടയും എന്ത് സാധനം, ചിക്കൻ്റെ എന്തോ സംഭവം. എന്തായാലും കഴിച്ചേക്കാം. ഏതോ ഒരു വലിയ പാലത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഴ് 35 നമ്മൾ കലുങ്ക സ്റ്റേഷനിലെത്തി. ഓൺ ടൈമാണ്, വലിയ ഡിലേ ഒന്നും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ 4 മണി കഴിയുമ്പോൾ നമ്മൾ ഭുവനേശ്വറിലെത്തും. വലിയ തെറ്റില്ലാത്ത ട്രെയിനാട്ടോ, വലിയ കുഴപ്പമില്ല. സമയം 8:30. ഏത് സ്റ്റേഷനാണെന്നറിയില്ല. ഇവിടെ ഒന്നും പേരെഴുതി വെച്ചിട്ടില്ല. ഒഡീഷ ഭാഷയാണ്. പ്രതീക്ഷാലയ ദൂസര ബാക്കിയൊന്നും അറിയില്ല. മുകളിൽ ഒഡീഷയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു ഡോഗി. 2 മിനിറ്റത്തെ ഹാൾട്ട് ഉണ്ടായിരുന്നു. ബംറ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണത്. ഒഡീഷയിലാണത്. റൂർക്കൽ ഒഴിച്ച് ബാക്കിയുള്ള ഒരുമാതിരി സ്റ്റേഷനുകളൊക്കെ വിജനമാണ്. വലിയ കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല. ആ ഷോപ്പൊക്കെ അടച്ച് പൂട്ടിയത്, അതായത് ഒരിക്കലും തുറക്കാറില്ലെന്ന് തോന്നുന്നു. കണ്ടറിയാം. ഒട്ടും പ്രാധാന്യമില്ലാത്തൊരു സ്റ്റേഷനായി മാറി. നമ്മളങ്ങനെ കൃത്യം 6:15 ഭുവനേശ്വർ സ്റ്റേഷനിൽ വന്നെത്തി. ചാടി എണീറ്റോണ്ട പെട്ടെന്ന് ഒരാളത്ത് ചോദിച്ചു ഭുവനേശ്വർ ആയോന്ന്. എന്തോ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റു. ഇല്ലെങ്കിൽ പുരി പോയി ഇറങ്ങേണ്ട വന്നേനെ. ഇനിയിപ്പോൾ ഇവിടെ ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. നല്ല 9 മണിയാവുള്ളൂ. നമ്മുടെ വണ്ടി പുറപ്പെട്ടു. അപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഹാൾട്ട്. എന്ത് പെട്ടെന്നാണ് വണ്ടി പോയത്. ആൾക്കാരിത് സ്റ്റേഷനിലേക്ക് വലിച്ചെറിയണം വേസ്റ്റൊക്കെ. ഒക്കെയോ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സ്പീഡ് ഭയങ്കരമായല്ലോ. ശരിക്കും ട്രെയിൻ ലേറ്റ് ആണല്ലോ. 4:10 എത്തേണ്ടത്. 6:15 ഇവിടെ നിന്ന് 10-60 കിലോമീറ്റർ ഉണ്ട് പുരിയിലേക്ക്. അപ്പോൾ ആ ട്രെയിനിന് വിട പറയട്ടെ. ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയൽ വ്യൂ. രാവിലെ സ്റ്റേഷനിൽ ഭയങ്കര തിരക്ക്. അയ്യോ, ഇവിടെയും കൺസ്ട്രക്ഷൻ എന്തോ നടക്കുകയാണ്. അപ്പം നമ്മൾ എവിടെ പോയി ഇരിക്കേണ്ടത്, വെയിറ്റിംഗ് റൂം ഉണ്ടോ എന്ന് തപ്പി നോക്കുക. ഓഫീസേഴ്സ് റെസ്റ്റ് ഹൗസ്, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഭുവനേശ്വർ. ഈ റോഡാണെന്നാണ് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. നമ്മൾ എന്താ പറയുക, ഹോട്ടലിലേക്കുള്ള റൂമല്ല, ഹോട്ടലിലേക്കുള്ള വഴി. നമ്മുടെ ഹോട്ടൽ അഷിയാന ഇന്നിലേക്കുള്ള വഴി ഇതാണ്. ഇതും ഏതോ കൊള്ള സങ്കേതത്തിലായിരിക്കും. ഇപ്പം എവിടെയാണാവോ? ലിഫ്റ്റില്ല. റിസപ്ഷൻ. ഞാൻ പിന്നിൽ കാണുന്ന തൃപ്തി ഹോട്ടലിൽ വന്നതാണ്. എൻ്റെ ദൈവമേ, ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണമെന്ന് ഫുഡ് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് കോഫി കൊണ്ടുവരാൻ വേണ്ടി വേറെ 10 മിനിറ്റ്. തന്ന കോഫി ആണെങ്കിൽ ചൂടില്ല. പിന്നെ ദോശയാണെങ്കിൽ ഒരു തരം ബിറ്റർ ടേസ്റ്റ്.
ഇവിടുത്തെ 6 വരി പാത സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ്, രാജ്ഭവനൊക്കെ. അവിടുന്ന് ലെഫ്റ്റ് എയർപോർട്ട്, ബിജു പട്നായിക് എയർപോർട്ടാണ് ഇവിടുത്തെ. മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഇവിടുത്തെ. ആളൊരു പൈലറ്റൊക്കെ കൂടെ ആയിരുന്നു. ഞാൻ ഭുവനേശ്വറിലെടുത്ത പോഷ് ലക്ഷൂരിയസ് സ്വീറ്റ് റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചയാണ് അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന്. ഈ റൂമിന് എനിക്ക് 10,500 റുപ്പീസാണ് ആയത്. ഈ റോഡിൻ്റെ പേര് ജൻപത്ത് റോഡ് എന്നാണ്. നല്ല ബിസി റോഡാണ്. ഷോപ്സ് മാക്സ് ഉണ്ട്, അവിടെ ജ്വല്ലറികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പാവ് ഭാജി ഷോപ്പുണ്ട്, കൈലാഷ് പാവ് ഭാജി. നല്ല റിവ്യൂസൊക്കെ ഉള്ളതാണ്, നമുക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്യാം. 70 റുപ്പീസാണ് ഇതിന്. കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ടുണ്ട്. 5:35 നന്നായിട്ട് ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് വലിയ വലിയ ഷോപ്സൊക്കെ ഉണ്ട്. നമ്മുടെ എടപ്പള്ളി പോലെ ഒരു ഫീല്. വാക്കുവൊക്കെ ഉണ്ട്, കുഴപ്പമില്ല കേട്ടോ. പിന്നെ മെയിൻ്റനൻസ് ഇത്തിരി കുറവാണ് എന്ന് കണ്ടിട്ട് തോന്നുന്നു. പാവ് ഭാജി മുംബൈ പോയിട്ടും പാവ് ഭാജി കഴിച്ചില്ലല്ലോ നമ്മൾ. ഇനി ഒരു ട്രിപ്പ് പോകണം, സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, മെയിൻലി ഫോർ ഫുഡ്. ട്രെയിനിൽ ഇങ്ങനെ വെറുതെ യാത്ര ചെയ്ത് അത് മാത്രം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ. അതുകൊണ്ട് കുറച്ച് വെറൈറ്റി വീഡിയോസൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ കേട്ടോ. സൈഡിലൊക്കെ ചെറിയ സ്നാക്ക് ബാറുകളും ജ്യൂസ് ഷോപ്പുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസിൽ ഈ വാക്ക് വേ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. റോഡിലൊക്കെ എന്താ തിരക്കല്ലേ. ഞാൻ പറഞ്ഞല്ലേ, എടപ്പള്ളി അല്ലെങ്കിൽ ബൈപ്പാസിൻ്റെ ഒരു ഫീല് വരുന്നു. പാർക്കിംഗ് ഏരിയ ആണല്ലേ. ഓ, അത് കൊള്ളാം. പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ എവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പിന്നെ ഏത് വീട്ടിലെടുത്താലും കാറുണ്ടല്ലോ. ടൈറ്റാനായി. എന്ത് സാധനം ഓടിപ്പോയത്? പൂച്ചയായിരുന്നോ? അവിടെ ഈസി ബൈ ഉണ്ട്. നമ്മളെവിടെ ഈസി ബൈയുടെ കയറിയത്? ആ വിശാഖപട്ടണത്ത് ഈസി ബൈ. വെതർ നല്ല ചില്ലിങ് ആയതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ സുഖമാണ് വൈകുന്നേര സമയത്ത്. എനിക്ക് ഈവനിങ് ടൈം ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ചും സിറ്റികളിൽ കൂടെ നടക്കാൻ. ഇതിപ്പോൾ നമ്മളിപ്പോൾ നടന്നത് എവിടെ എത്തിയെന്നറിയില്ല. ലെഫ്റ്റിലേക്ക് പോയ സെക്രട്ടേറിയറ്റ്, റൈറ്റിലേക്ക് റെയിൽവേ സ്റ്റേഷൻ, സ്ട്രെയിറ്റ് വാണി വിഹാർ. അങ്ങ് ദൂരെ ഒരു ജാഥ കാണുന്നുണ്ട്. ദീപമൊക്കെ പിടിച്ച്, മെഴുകുതിരിയാണോ, ഇന്ത്യയുടെ കൊടിയൊക്കെ. കാണാൻ പറ്റിയില്ല ആ സമയത്ത്, വലിയ ബ്ലോക്കായി. അത് ഇവിടുത്തെ ഒരു മാളാണല്ലോ, ലാൽചന്ദ് ജുവലേഴ്സ്, ഹിന്ദുസ്ഥാൻ ഇലക്ട്രോണിക്സ്, ശുഭ് ജുവലേഴ്സാണല്ലോ കൂടുതൽ. പിന്നെ ബാറ്ററി ഉണ്ട്, തനിയറ, ടാറ്റ പ്രൊഡക്റ്റ്. കൊള്ളാം. അവിടെ ഐ ലവ് ഭുവനേശ്വർ എന്ന് പറഞ്ഞുള്ളൊരു സെൽഫി പോയിൻ്റ് ഉണ്ടല്ലോ. ഇത് കോൺഗ്രസിൻ്റെ ആണത്, പതാക കോൺഗ്രസിൻ്റെയാണ്. കൈപ്പത്തി ഉണ്ടല്ലേ, ദീപം തെളിയിച്ചൊരു പ്രൊട്ടസ്റ്റാണോ എന്തെങ്കിലും ഇവിടെ ആഭിമുഖ്യം കാണിച്ചിട്ടുള്ളതാണോ എന്നറിയില്ല. മെഴുകുതിരി കത്തിച്ച്. അത് ഐ ലവ് ഭുവനേശ്വർ എന്ന സെൽഫി പോയിൻ്റ്. പൊല്യൂഷൻ ഉണ്ട് കേട്ടോ, വിസിബിലിറ്റി കുറവാണ്.
ഉണ്ടാ പൊള്യൂഷൻ ഉണ്ട്, നന്നായിട്ട് ഫോഗ് ഉണ്ട്. അവരാ മെഴുകുതിരി ഇവിടെ വന്ന് കത്തിച്ചു. എന്താണത്? ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെയാണ്. ഞാൻ വെച്ച എന്തോ കുടീരമാണെന്ന്. അടിപൊളി. അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. മോഡേണാണോ? ഒരു കുതിരയൊക്കെ കാണുന്നുണ്ട്. എന്താണാവോ? ചാർവാ ജജാതി. അവിടെ നല്ല ഹോട്ടൽ കാണുന്നുണ്ടല്ലോ. ഞാനൊരു മിറിൻ്റെയുടെ കുപ്പിയായിട്ട് നടക്കണ്ടപ്പോൾ എൻ്റെ കൂടെ കൂടിയതാ. എന്താ ഉദ്ദേശം എന്നറിയില്ല. അവിടെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കണുണ്ടോ? ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്പൈസ് മൂഡ് ഡെസ്റ്റിനേഷൻ, യൂണിറ്റോ സ്പൈസ് ഹെവൻ. ഗൂഗിളിൽ നോക്കിയപ്പോൾ സ്പൈസ് ഹെവൻ എന്നാണ്. അവിടെ സംശയിച്ചായിരുന്നു. വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് അറിയാം. തിരക്കില്ലാത്തടത്ത് കയറുമ്പോഴേ കുറച്ച് ടെൻഷൻ ഉണ്ട്.